അവിടെ ജോയി എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കോടതി കൊടുക്കുന്നത്. അതെല്ലാം ശരിയെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അവിടെ എന്താ കാണിച്ചത് നീ കണ്ടല്ലോ. എന്നിട്ട് കോടതി കയറിയൊക്കെ കാശ് വേണം, എല്ലാം നശിപ്പിച്ച് കാശ് വേണം. ആന്റണി കൊച്ചിരിക്കുമ്പോഴാണ് ഉമ്മാരി വർത്താനം പറഞ്ഞത്. കൊച്ചി ജീവിതവും തകർന്നു, എന്റെ കാശും പോയി, എന്നെ മാനവും കെടുത്തി. ഇവിടെ ഈ പരിപാടി നടക്കില്ല. ഇവിടെ ഞാൻ ഇത്രയും കാലം സഹിച്ചു. ഒത്തിരി രക്ഷപ്പെടാന്ന് വിചാരിച്ചോട് സമ്മതിക്കൂല. ആന്റണി വണ്ടി എടുക്ക്, പിന്നെ സംസാരിക്കാം. ഈ റോഡ് വെച്ച് വേണ്ട. നടക്കൂലേ, ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ. നീ വണ്ടി എടുക്ക്. എന്തൊരു കഷ്ടമാണ്. എൻ്റെ കോച്ചിങ് ഇന്ന് നേരത്തെ കഴിഞ്ഞാ? ആ കഴിഞ്ഞു. കുഞ്ഞിനെന്തേ? അകത്തുണ്ട്. നിങ്ങളെപ്പോ വന്നു? എത്തിയേ ഉള്ളൂ. കോടതി പോയിട്ട് എന്തായി? എന്താ, ഒന്നും ആയില്ല. അമ്മ സൈൻ ചെയ്ത് കൊടുത്താ? ഇല്ല. അതെന്തേ? അവിടെ ഒരു മാഡം ഉണ്ടായിരുന്നു, ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് പോലെ. പിന്നെ അവർ നിൻ്റെ അപ്പനെ കുറേ പിന്തിരിപ്പിക്കാൻ നോക്കി ഡിവോഴ്സ് ചെയ്യുന്നു. അത് കേട്ടപ്പോഴേക്കും അയാൾക്ക് ഭ്രാന്തായി. പിന്നെ അയാൾ എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ ആ കാറിലിരുന്ന് മുഴുവൻ തെറിവിളിയായിരുന്നു. ആ ജോയിൻ്റ് മുമ്പിൽ ശരിക്കും നാണം കെട്ടു. ആ കോടതിയിലെ പെണ്ണുമ്പിള്ളിയാണ് അവളെ ബ്രെയിൻ വാഷാക്കിയത്. നമുക്കിപ്പോൾ ജീവനാംശം വേണോ അളിയ? ഇത്രയും നാൾ ഞാൻ തന്നെ ഇടാം നമുക്ക് പിള്ളേർക്ക് പിന്നെ ഞാൻ കുടിക്കാനും ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ടിപ്പം ജീവനാംശം ഇന്നത്തോടെല്ലാം തീരുമെന്നും പറഞ്ഞല്ലേ ഞാൻ പോയത്. അതാണ് സമയപ്പോൾ അവള് എൻ്റെ ജീവിതമാണ് നശിച്ചത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ പറയുന്ന പോലെ ഒന്നും അല്ല വീണ. ഇത് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. നീ ഒരക്ഷരം മിണ്ടിപ്പോരുത്. നീക്കെല്ലാം കൂടെയാണ് ഇവിടെ എൻ്റെ തലയെ കെട്ടി വെച്ചത്. തീർന്നു കിട്ടിയത് എൻ്റെ ജീവിതം. വീണ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം നിന്റെ മനസ്സിൽ നീ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്.
നിനക്ക് തോന്നൂല. നിനക്ക് അവിടെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവിടെ പറ്റി എനിക്ക് സംശയം വന്ന് തുടങ്ങിയ സമയം മുതൽ ചെക്ക് ചെയ്യാൻ പോയതാണ്. പല വട്ടം ഞാൻ വീട്ടിൽ പോയി. അവിടെ ഇല്ല. കണ്ടവന്മാരവിടെ പല ലോഡ്ജിലും പോകണമെന്ന് ഞാൻ അറിഞ്ഞ്. ആന്റണി ഒന്ന് നിർത്ത്. ഞാൻ പോണു. ആ എടാ അണ്ണി, എടാ ഇരിക്ക്, അന്ന് കഴിച്ചിട്ട് പോവാം. അവൾക്ക് ഒപ്പിടാൻ ബുദ്ധിമുട്ടല്ലേ? ഞാൻ വീട്ടിലോട്ട് പോകണുണ്ട്. അവൾക്ക് ഒപ്പിടാൻ പറ്റുമോ ഇല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. കുറച്ച് നേരായിട്ടിട്ട് കൊട്ടണ്ടല്ലോടാ. ബീന ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം നിന്റെ മനസ്സിൽ നീ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെങ്ങനെയാ പൊട്ടിയേ? അത് അറിയാണ്ട് കൈതട്ടി പൊട്ടിയതാ. കുഴപ്പമില്ല, ഞാൻ വാരിക്കളയാം. വേണ്ട, ഞാൻ ചെയ്തോളാം. അമ്മ കുറച്ചേരം അപ്പുറത്തിരിക്കും. ഇപ്പം അങ്ങോട്ട് പോകണ്ട. ശരി, എന്നാൽ നീ ചെല്ല്, ഞാനിത് വാരി കളഞ്ഞോളാം. സൂക്ഷിച്ചു പോ.
ഖത്തറിലും ഉണ്ടാക്കിയ സാമാനമല്ല. എനിക്കൊരു മൈലുണ്ട്, എടുത്തോണ്ട് പൊടി. അപ്പം ചൂടിലാന്ന് തോന്നുന്നു. ഇന്ന് വഴക്കുണ്ടാക്കും. ഇതെന്താ പറഞ്ഞേ? അമ്മ കേട്ടില്ല. ഡാ. 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 നിനക്ക് പഠിക്കാവുന്നില്ലടാ. ഏത് സമയം നോക്കിയാലും മൊബൈലും കുത്തിക്കൊണ്ട് ഇതിന് മാത്രം എന്താടാ കാണാൻ കിടക്കുന്നതിനകത്ത്? നിനക്ക് നിനക്കുള്ള തരുന്നുണ്ട്. അമ്മാമ്മ ഇത് ഞാനാ. ഇവിടെ അപ്പം കിടന്ന് വഴക്കുണ്ടാക്കുക. അമ്മയുടെ ചെവിയിലൊക്കെ അടിച്ചു. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ അമ്മാമ്മ. അപ്പന് പ്രാന്തായെന്നാ തോന്നുന്നു അമ്മാമ്മ. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. മക്കള് വിഷമിക്കാതിരി. നീ അവരെ ഫോണും കൂടി ഞാൻ ഭ്രാന്തുണ്ടാകാൻ വന്നേക്കണവള്. എന്തമ്മ? ഇന്ന് കോടതിയിലെ ഇവിടെ നശിപ്പിച്ചതുണ്ടല്ലോ എന്റെ ജീവിതം, എന്റെ ക്യാഷാണ്. അതറിയാമോ നിങ്ങൾക്ക്? കേക്കട്ട്, നാട്ടുകാർ കേക്കട്ട്. ഇവിടുന്ന് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് പോയിട്ട് ഈ നായിന്റെ മോൾ അവിടെ ചെന്ന് കാലുമാറി അവർക്ക് ജീവനാംശം വേണമെന്നോളെ അമ്മയെ കെട്ടിക്കാൻ. ഞാൻ കൊടുക്കാം അവക്ക് ജീവനാംശം. നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടിക്ക് നിൽക്കണ്ടത്. നീ അവിടെ ചോദിക്കണെന്ന് വെച്ചാൽ കൊടു. നീ അവിടെ കളയാൻ നിന്നിട്ടല്ലേ? ഇനിയിപ്പോ അനുഭവിച്ചോ, എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടു. അതെ, ഇത്രയും നാള് ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് ഇതൊക്കെ വായിക്കറ്റിയെന്ന് ഇറക്കിയത്, അല്ലാതെ അവള് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല. തിന്നിട്ട് അവക്ക് ഇനി ജീവനാംശം പോലും. അയ്യോ, അമ്മയ്ക്ക് പറഞ്ഞ കാര്യം മനസ്സിലാവൂല. അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞ വിശ്വസിക്കയില്ല. എനിക്കറിയാം. അതെ, നാട്ടുകാരറിയണം ഇവളുടെ കുടമതികാരം. നാട്ടുകാരറിയണം, നാട്ടുകാരറിയണം. ഇവള് നാറണം. എൻ്റെ അവസ്ഥ നാട്ടുകാർ മനസ്സിലാക്കണം. ഫോൺ കൊടുക്കാം. ഹലോ മോളെ, ഹലോ ഹലോ മോളെ, കേക്കാവോ? ഹലോ. ഇല്ല, അങ്ങനെയൊന്നും വിഷയമില്ല. ഒരു ചെറിയ ഡോക്യുമെന്റിന്റെ കാര്യമാണ്. അതോടെ കിട്ടും. കിട്ടുമോ? ആ, വിശ്വസിക്കാലോ. നീ ഫുഡ് കഴിച്ചോ?
ഞാൻ പറഞ്ഞില്ലേ വേറെ വിഷയമൊന്നുമില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഡിവോഴ്സ് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നീ എന്നെ കൊണ്ട് വയ്ക്കുമെന്നേ. ഇപ്പൊ തന്നെ 4-5 മാസമായി. ഇനിയും ലേറ്റ് ആവാണെങ്കിൽ ഞാൻ ഈ പ്ലാൻ അങ്ങ് മാറ്റും. ഇല്ല, ഇനി അധികം ലേറ്റ് ആവില്ല കേട്ടോ. കൊള്ളാം. ഞാൻ വിളിക്കാം. വെക്കല്ലേ? ഹലോ, എന്താ മോളെ? മോളി വന്നേ, വാ. നിന്റെ തള്ളയിൽ നിന്ന് എന്താ കാണിച്ചെന്ന് എനിക്കറിയാലോ. നീ ഒന്ന് മുഖത്തേക്ക് നോക്ക്, ഞാനൊന്ന് പറയട്ടെ. ഇന്നലെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തന്നെയല്ലേ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയത്. എന്നിട്ടും എൻ്റെ തള്ള കോടതി ചെന്നപ്പോൾ കാല് മാറി. ഇതുവരെ ഞാൻ തന്നെയല്ലേ നിങ്ങളെ നോക്കിയതും പഠിപ്പിച്ചതും ആഹാരുന്നതും ഒക്കെ. എന്നിട്ട് കോടതി ചെന്നപ്പോൾ ഞാൻ അവൾക്ക് ജീവനാംശം കൊടുക്കണം പോലും. അല്ല, ഈ മാസാമാസം ജീവനാംശം കൊടുക്കാനേ ഞാൻ വല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെങ്ങാനോ? അതോ ഈ വീട് എനിക്ക് ഞാൻ കാശ് കൊടുക്കണോ? അല്ലെങ്കിൽ വീട് ബാങ്കുകാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതും കൂടെ പോയാൽ നീയൊക്കെ ഒന്ന് തെരുവിൽ പോയി കിടക്കുമോ? നീ ഇവരോട് പറ, ഇന്ന് കോടതി കാണിച്ചതുപോലെ ഇനി കാണിക്കില്ല. നിർത്ത്. ഇനി എന്റെ മോളോട് ഈ വൃത്തിയോട് പറയരുത്. എന്നെ പഠിപ്പിക്കാൻ വരുന്നോട് നീ കണ്ടവന്മാരെ കൂടെ കറങ്ങാൻ പോയ കഥയൊക്കെ എനിക്കറിയാടി. മുഴുത്തു പോട്ടടി. എന്റെ 18 കൊല്ലോടെ എന്റെ ജീവിതം നശിപ്പിച്ചത്. നിന്റെ തള്ള ആരാണെന്ന് നിനക്ക് അറിയാമോ? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്റെ സ്വർണ്ണം മുഴുവൻ തന്നേക്ക്, ഞാൻ കുട്ടികളായിട്ട് പൊക്കോളാം. തരാടി, നിന്റെ സ്വർണ്ണമല്ല, നിനക്ക് എന്ത് വേണോ തരാം. എന്റെ ജീവിതത്തിൽ ഒന്ന് പറയും പോ. ഇത് തന്നെയല്ലേ കോടതിയിൽ വെച്ച് ചോദിച്ചത്? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സ്വർണ്ണം തരാൻ ഉദ്ദേശമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പ്രഹസനം ഒന്നും കാണിച്ചു കൂട്ടില്ല. എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്. ഞാൻ തരാടി നിനക്ക് സ്വർണം. നീ ഇവിടെ കേസോട് നിനക്ക് സ്വർണം. എന്റെ പിള്ളേർ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോകുന്നത് വേറൊരുത്തരോട് പോവാനല്ലേ? അത് ഞാൻ സമ്മതിക്കൂല. ഞാൻ ഒപ്പിട്ട് തരൂല. ഒപ്പിട്ട് തരൂല അല്ലേ? കാണിച്ചു തരാം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ ഒന്ന് കേറിയിട്ടവള് പോടി. വാ മോളെ.
ഹലോ. ഹലോ മക്കളെ, കേക്കാവോ? എന്താ മക്കളെ അവിടെ പ്രശ്നം? അമ്മാമ ഇവിടെ ഒരു നിവർത്തിയില്ല. അവനോട് എന്തോ ചെയ്യണത്? അപ്പനിവിടെ വഴക്കുണ്ടാക്ക വാതിലൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ പേടിയാവുന്ന കഥ കൂട്ടിയിരിക്കുക ഞങ്ങൾ. നിങ്ങൾ എന്തിനു പേടിക്കണേ? അവ ഒന്നും ചെയ്യൂല. അമ്മാമ ആരെങ്കിലും കൂട്ടി ഒന്ന് വാ. ഞാനിപ്പോ ഈ പാതിരാത്രി ആരെ കൂട്ടി വരാൻ മക്കളെ? ഇവിടെ ഭയങ്കര മഴയും കാറ്റും. ഇപ്പൊ വാതിൽ പൊട്ടിക്കും. ആദ്യം കയറി അമ്മൻ എന്തെങ്കിലും ചെയ്യും. ഇത്ര നാളും അവൻ നിങ്ങളെ വല്ലതും ചെയ്താ ഇനിയും ചെയ്യൂല. ആരെങ്കിലും കൂട്ടി പെട്ടെന്നൊന്നും ഇവിടെ വായോ, ഞങ്ങൾക്ക് പേടിയാവുന്നു. മക്കളെ പേടിക്കാതിരി. അമ്മമ്മ രാവിലെ അങ്ങ് അപ്പൊ ഞങ്ങൾ ജോസങ്ങളെ വിളിച്ച് വരാൻ പറയട്ടെ. വേണ്ട വേണ്ട, അവരെ ദിവസം പറയട്ടെ. എല്ലാരും അറിഞ്ഞ നാണക്കേടാവും. നാണക്കേടാവെന്ന് പറഞ്ഞാ വിളിക്കാതെ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ല മക്കളെ. ഞാൻ രാവിലെ തന്നെ അങ്ങ് എത്താം. നിങ്ങൾ കിടന്നു ഉറങ്ങിക്കോ. നമുക്ക് വാതിൽ തുറന്നാലോ? വേണ്ട. ഈ ജോസങ്ങളെ വിളിച്ചാലോ? ഹലോ ജോസേ, ഹലോ. ആ പറ പിന്നെ. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ? ഇവിടെ മൊത്തം പ്രശ്നം. എന്ത് പറ്റി? എന്താ കാര്യം? ഞാൻ വന്നിട്ട് പറയാം. അതിന് കാര്യം എന്താന്ന് പറ. ജോസ് ഒന്ന് വേഗം വാ. ആ ഞാൻ അതേ വരാം. ആ. തുറക്കടി.
ബീന ബീനല്ലേ? നീ അമ്മയോടും ചേച്ചിയോടൊക്കെ പറഞ്ഞായിരുന്നു? പറഞ്ഞിട്ടുണ്ട്. അവര് നാളെ വരാന്നാ പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടണ്ടേ? ഇയാളെ കൊണ്ടൊരു നിവർത്തിയില്ല ജോസെ. ഈ കഴിഞ്ഞ 18 കൊല്ലം കൊണ്ട് ഞാൻ നിന്നെ സഹിക്കല്ലേ? ജോസഫ് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇവരോട് ഞാൻ എത്ര കാലം കൊണ്ട് ഇറങ്ങി പോകാൻ പറയണമെന്ന് അറിയാം. എന്നിട്ട് ഇവിടെ താങ്ങി തൂങ്ങി കിടക്കുകയാണ് ഒഴിയാവാതെ പോലെ. ചാവാ ചേട്ടാ ഒന്ന് പതുക്കെ പറ. നിനക്ക് എവിടെ പറ്റി അറിഞ്ഞൂടാ? എവിടെയും നാട്ടിൽ കാണാൻ പോത്തവന്മാരായിട്ട് ഒരുത്തന്മാരില്ല, അറിയാമോ? ഇത് വാക്കേട്ടാ ചേട്ടാ. പിള്ളേരെ നിൽക്കുമല്ലേ ചേട്ടാ, പ്ലീസ്. ഇത് രണ്ടും ഇത് ഞാൻ വന്നുണ്ടാക്കിയിട്ട് ആരൊക്കെ അറിയാം? എന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? താൻ തന്നെയല്ലേ ഞാൻ എന്നെ എന്റെ പിള്ളേരെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനോട് പോവാൻ വേണ്ടിയാ. അതെടി ഞാൻ പോവാൻ നിൽക്കുകയാണ്. ആ നിന്റെ കുഴപ്പം കൊണ്ടാടി. നീ ഇവിടെ കേസ് ഓർഡറി. ഇവിടെ ഇത്രയും അവസ്ഥയിലായിരുന്നു ഞാൻ പറഞ്ഞില്ല. ആൻ്റണി ചേട്ടാ, നിങ്ങളിങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കില്ല. അവിടെ ഒന്ന് പോയി തരാൻ പറ. ഇപ്പം എന്ത് വേണമെന്ന് നാളെ നിങ്ങളെ അവളെയും ബന്ധുക്കളൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ആലോചിച്ചു. ചേട്ടാ, ഇനി അവളെ ഉപദ്രവിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണുങ്ങളെ അടിക്കണമെന്നൊക്കെ പറഞ്ഞൊരു തറ ഏർപ്പാടാണ്. നിങ്ങളെ വായിന്ന് പറഞ്ഞാൽ അതിലും തറ. ഞാനൊരു കാര്യം ചെയ്യട്ടാ, ഇന്ന് ഞാൻ ബീന എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ ആകുമ്പം സിജിയും പിള്ളേരൊക്കെ ഉണ്ടല്ലോ. നീ വന്നപ്പോഴേ എനിക്കിത് തോന്നി. കൊണ്ടുപോടാ. അവളെ കൂടെ ഇവിടെ കൂടെ കൊണ്ടങ്ങ് നിർത്ത്. 2 കൂടെ ഉണ്ട്, അതിനോട് എടുത്തോ. സുഖമായിരിക്കണ്ട. നേരെ അടുത്തൊക്കെ സംസാരിക്കാമെന്ന് എന്നെ അടിച്ചാൽ മതി. എടാ, നീ ആദ്യം എൻ്റെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ കാശ് തിരിച്ചുകൊണ്ടോ, എന്നിട്ട് എനിക്ക് ഉപദേശിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല അങ്കിൾ ഇപ്പൊ പോയാലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പേടിയാവുന്ന അങ്കിള്. പോയല്ലേ? നീ കുഴപ്പമൊന്നും ഉണ്ടാവില്ലടാ. അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനിയും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പോലീസിനുണ്ട്.
നീ എന്തിനാണ് ഇപ്പൊ അവനെ വിളിച്ചു വരുത്തിയത്? അവൻ എന്നെ അങ്ങ് കയറ്റുമെന്ന് വിചാരിച്ചാ? നിനക്ക് അവൻ്റെ കൂടെ പോണമായിരിക്കും അല്ലേ? ഒന്ന് നിർത്തപ്പ, കൊറേ ആയി കേക്കണേ. നിന്റെ തള്ളയോടെ ഒപ്പിട്ട് തരാൻ പറയടി. അല്ലേ ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും തീർത്തണേ. ഒരു കത്തി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. കേട്ടാടി? എന്തൊക്കെ പറഞ്ഞാലും എനിക്കും എൻ്റെ മക്കൾക്കും തരാനുള്ളത് തരാതെ ഞാൻ ഒപ്പിട്ട് തരൂല. എടി നിനക്കല്ലടി ഈ രണ്ടെണ്ണത്തിന് ഉണ്ടാക്കിയിട്ട് തന്നത്. അതെ, കോടതിയിൽ എൻ്റെ സംരക്ഷണത്തിലാണല്ലോ ഈ 2 പിള്ളേർ എനിക്ക് എഴുതി തന്നത്. അതെടി ഞാൻ കോടതിയിൽ അങ്ങനെ തന്നെ എഴുതി കൊടുത്തേണ്ടത്. നിന്നെയും ഈ ഉണ്ടായ സാധനങ്ങളെ എനിക്ക് പറ്റൂല. ഒന്ന് പോയിത്താ. ഞങ്ങൾ ഒഴിവായി പോവൂല. എടി നിന്നെ നിന്നെ ഞാൻ കാണിച്ചു തരാടി. നിനക്കുള്ളത് അത് വേറെ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ അതിൻ്റെ തലയോട് ചെയ്യാൻ പറ. ഇല്ല ഞാൻ ഇതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിക്കും. എന്റെ സർട്ടിഫിക്കറ്റ് തൊട്ടാണല്ലോ അവനൊക്കെ ഒരു തന്തയാണോ? അയ്യോ മോളെ, അച്ഛൻ നിന്റെ സർട്ടിഫിക്കറ്റ് എത്തിക്കോ. ഞാൻ നിന്റെ അച്ഛനല്ലേടി. നിനക്കൊന്നും ഇപ്പം അപ്പനെ വേണ്ടല്ലോ അല്ലേ? അമ്മയെ മാത്രം മതിയല്ലേ? എന്നെ തന്തേന്ന് വിളിച്ചല്ലേടി? ഇത്രയും നാളെ നിങ്ങളുടെ ചിലവും പഠിത്തവും കാര്യമൊക്കെ ഞാൻ തന്നെ എടി നോക്കിയത്. അല്ല നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ, ആണോ? എന്നെ വേണ്ടല്ലോ.
അല്ലേ? ശരി. ആ ആ ഈ പുല്ല് കത്തിക്ക് മൂർച്ചയില്ല. നീയൊക്കെ കെട്ടിപ്പൂട്ടി ഇരുന്നോടിയകത്ത്. നീ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമല്ലോ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ പോണം. നീ അവിടെ ഇരുന്നോ. അവിടെ ഇരുന്നോടി. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഇവിടെ എല്ലാം സെറ്റാണ്. ഹലോ വെക്കല്ലേ. എടി ഹലോ ഹലോ. പിന്നെ ആ നേരത്തെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലേ രാവിലെ വരാന്ന്. ഇപ്പൊ ജോസിനെ വിളിച്ചു പറഞ്ഞ് നാട്ടുകാർ മൊത്തം അറിഞ്ഞപ്പോ അമ്മയ്ക്ക് മോക്ക് സമാധാനമായല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യായിരുന്നല്ലേ? ഇനി എന്താ അമ്മ നമ്മൾ പറയുന്ന ആർക്കും മനസ്സിലാവാത്ത? അതങ്ങനെയാ മോളെ. അവരുടെ മോൻ നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് അവരുടെ മോൻ. എൻ്റെ വീട്ടുകാരെയും കൂടെ അയാൾ വെറുപ്പിച്ച് വെച്ചോണ്ട് അവരെ നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല. എത്ര കാലമെന്ന് പറഞ്ഞിട്ട് അയാൾ എങ്ങനെ സഹിക്കുന്നത്? ഇന്നേ അവരെ വീട്ടിലൊരു സമാധാനം കിട്ടിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും തീറ്റ തന്നു, പഠിപ്പിച്ചു എന്നൊക്കെയാ അപ്പം പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ജനിപ്പിച്ചത് ഇങ്ങനെ കണക്ക് പറയാനായിട്ട്. അമ്മയ്ക്ക് ഇയാളല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ല. മോളെ, എൻ്റെ കല്യാണത്തിന് ശേഷം തിടുക്കപ്പെട്ട് സ്വർണം വിറ്റപ്പോൾ പോലുമാണ് ഞാൻ മനസ്സിലാക്കിയത് ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന്. അമ്മ ഒപ്പിട്ട് കൊടുത്തേക്ക്. ഇതിനി സഹിക്കാൻ പറ്റത്തില്ല. മോളെ, അതിനാണോ നമ്മൾ ഇത്രയും സഹിച്ചത്? അയാളുടെ വീട്ടുകാർ നാളൊന്നും കൂടെ വരട്ടെ. നീ പോയി കുഞ്ഞിനെ വിളിക്ക്, ചെല്ല്. അവനെ പോയി എണീപ്പിക്ക്, ചെല്ല്. അമ്മ ഇന്ന് തന്നെ അയാൾ തിരിച്ചു തരുമോ? 2 ദിവസം തുണികളെല്ലാം എടുത്തുള്ളൂ. കാർ എടുത്തിട്ടില്ലല്ലോ. വരും.
ഇറങ്ങുന്നാടി നായേ. നിർത്തടി നിന്റെ അഭിനയം. ഇതൊക്കെ നിന്റെ കറങ്ങാൻ പോണ ഒറ്റമാടം ഉണ്ടാക്കിയത് കേട്ടോ. ഇങ്ങോട്ട് വേണ്ട. എന്താ നോക്കണം? മാറിക്കണം. അമ്മ നമുക്ക് പോലീസിനെ വിളിക്കാം. എന്താ അമ്മ ഒരു സ്മെല്ല്? ശരിയാണല്ലോ. എന്താ അമ്മ ഇത്? അമ്മയുടെ വീട്ടുകാരെ കൂടെ ഇതൊന്ന് അറിയിച്ചേക്ക്, എന്നിട്ട് വരാൻ പറ. നിങ്ങളുടെ തുണിയൊക്കെ കത്തിച്ച് കളഞ്ഞല്ലേ? നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? എന്നാ എന്നെ പിള്ളേരെ കൂടെ കത്തിക്ക്. എന്നാ പിന്നെ ഞാൻ പറഞ്ഞ നീ അങ്ങ് ചെയ്. എന്നിട്ട് നീയൊക്കെ തോന്നണോട് ചോദിച്ചോ. നിങ്ങൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്തില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരാം. നീയൊക്കെ ജീവിക്കണം, ഞാൻ കാണിച്ചു തരാൻ സമാധാനത്തോടാ.
നീ ഒന്ന് തിന്നണ്ട കേട്ടോ. നിനക്കൊന്ന് തിന്നാനുള്ള അർഹതയില്ല. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കുറച്ച് പാവങ്ങളുണ്ട്, അവർക്കിത് കൊടുത്തോളാം. അമ്മ, ഇതിന് സഹിക്കാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും ഒന്ന് പോലീസിനെ വിളിച്ച് പറ. വേണ്ട മോളെ, അതറിഞ്ഞ അയാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. വേറെ എന്ത് ചെയ്യാനാ? അയാൾ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. പോലീസിനെ വിളിച്ച് പറ അമ്മ. അയാൾ നമുക്ക് വേണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. അമ്മയുടെ ജീവിതം പോയി. ഇനി ഞങ്ങളുടെ കൂടെ അങ്ങനെ ആക്കില്ല. അമ്മ ശരിക്കും ജീവനാംശത്തിന് വേണ്ടി തന്നെയാണ് ഒപ്പിട്ട് കൊടുക്കാത്തത്? അതോ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഇനിയെങ്കിലും ഒന്ന് പോലീസിനെ വിളിച്ച് പറ. വഴിയല്ലേ വണ്ടി വേണമെങ്കിൽ ഒന്ന് ഒതുക്കി വെച്ചേക്ക്. കാണു സാറേ അകത്ത് ആരുമില്ലേ? സാറേ, വീട്ടിൽ ഇയാൾ നശിപ്പിക്കാനുള്ള ഒരു സാധനവും ഇല്ല. ജനൽ അടിച്ച് പൊട്ടിച്ചു, മിക്സിയും പാത്രം എടുത്ത് കിണറ്റിയിട്ടു, പിന്നെ കിടന്നുറങ്ങുമ്പോൾ ഓസ് എടുത്ത് വെള്ളം ഒഴിക്കുന്നു, പിന്നെ അമ്മയുടെ സാരി ഡ്രസ്സ് എടുത്ത് കത്തിച്ച് അമ്മേനെ നല്ലോണം ഉപദ്രവിക്കുകയും ചെയ്തു. കൊച്ചു പറയണത് സത്യമാണോടാ? നിനക്കെന്താ വല്ല വട്ടണ്ടാ? അവനെന്താ കുഴപ്പമുണ്ട് സാറേ? സാറേ, ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് സാറേ. എന്ത് കാരണം? ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കണേല്ലേ സാറേ. നിർത്തണേ. ഏത് വീട്ടിലാണ് നീ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? സാറിന് ഇവളെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇവള് സാറേ ഉണ്ടാടാ ഉള്ളടയ്ക്ക് നിന്റെ മറ്റേ ഞാൻ അടിക്കുന്ന കൊച്ചിനുണ്ട് അതും നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ട സാറേ. ഞാൻ പലപ്പോഴും വീട്ടിൽ ഉണ്ടാവാറില്ല സാറേ. എനിക്ക് ഇൻറ്റീരിയറിൻ്റെ വർക്കാണ് സാറേ. അപ്പോഴൊക്കെ ഇവള് പലരും കൂടെ പുറത്ത് കറങ്ങാൻ പോകാറുണ്ട്. ശരിയാക്കി എൻ്റെ ഇപ്പോൾ ഡിവോഴ്സ് വേണം, എന്നിട്ട് വേറെ പെണ്ണിൻ്റെ കൂടെ പോകണം. അതിന് വേണ്ടിയിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൾ പറഞ്ഞ സത്യല്ലോടാ? അല്ല സാറേ, ഇവള് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് കൊടുത്തത്. സാർ, ഇയാൾ വൃത്തിയുടെ മുഴുവൻ പറഞ്ഞിട്ട് എനിക്ക് വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ വീട്ടുകാരെ കുറച്ച് കാശ് കൊടുത്ത് സഹായിച്ചു. അന്ന് മുതലേ ഇയാൾ ഇങ്ങനെ എൻ്റെ അടുത്ത്. നമ്മൾ പ്രേമിച്ചേട്ടിയാണ്. എൻ്റെ പൊന്നു സാറേ, ഞാൻ പ്രേമിച്ചതൊന്നുമല്ല, എൻ്റെ തലയിലായിപ്പോയതാണ് ഈ സാധനം. അടുത്തടാ എന്നോട് ഞാൻ ചോദിച്ചാ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? ഓ സാർ, ഈ വീട്ടിലുള്ള അരിയും ഗ്യാസും ഒക്കെ എടുത്തിട്ട് കാറിൽ കൊണ്ട് വെച്ചിരിക്കുക. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ സാറേ? എടാ നീ ആ സാധനങ്ങളെല്ലാം എടുത്താന്ന് വെച്ചേ. അതെടുത്തേക്കാ സാർ. എടാ നിന്നോടല്ലേ പറഞ്ഞ് എടുത്തു വെക്കാൻ? എടുത്തു വെക്കാം.
ഹലോ ആ ശരി. മക്കൾ എത്രയല്ല പഠിക്കുന്നു? മോനൊന്നിലും മോള് +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. ഇവന് മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അരവിന്ദ സാർ, CA സാറെ വിളിച്ചത്. നമുക്ക് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവാം. ഓ സാർ, ഇറങ്ങാലോ. നമുക്ക് ഡൈവേഴ്സ് ആണെന്നുണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ഒന്നല്ല പെണ്ണല്ലേ. ഓക്കെ അല്ലേ? സാറേ, ഇവർ പറഞ്ഞതുപോലെ കൊടുക്കാൻ എനിക്ക് സ്ഥിര വരുമാനമൊന്നുമില്ലല്ലോ സാറേ. പിന്നെ ഇത്രയും നാൾ ഞാൻ തന്നെയല്ലേ ഇവരൊക്കെ നോക്കിയത്. ഇവിടും പിള്ളേർ ഇവിടെ തന്നെ താമസിക്കട്ടെ. എടാ, നീ പറഞ്ഞത് അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. അത് കോടതിയിൽ ചെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അല്ലാണ്ട് നീ ഇവിടെ കിടന്ന് ഉണക്കണ്ട. കോടതി തീരുമാനിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നിന്റെ കുത്തിക്കഴപ്പ് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ കണ്ടല്ല, നീ എന്തുണ്ടെങ്കിലും സ്റ്റേഷനിലേക്ക് വിളിച്ചോ. ഇവരെവിടെയാ ജനലൊക്കെ പൊട്ടിച്ചെന്ന് പറഞ്ഞത്? അവിടെ ചേട്ടൻ ഞാൻ വന്നേ.
ആ നീ എടുത്താ എടി നിനക്ക് എന്നെ കോൾ എടുക്കാൻ വലിയ പാടാണോ തരി ഒരു നിന്റെ പഞ്ചാര വാക്ക് കേട്ട് ഞാൻ എൻ്റെ കുടുംബത്തെ കളഞ്ഞു, എൻ്റെ പിള്ളേരെ ഞാൻ കളഞ്ഞു, എൻ്റെ ജോലി പോയി. എന്നിട്ട് നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലേ? നീ കണ്ണന്മാരെ കൂടെ നീ പോകല്ലേടി? നിനക്കുള്ള പണി കേട്ടാ എടി. എനിക്കിപ്പോൾ ആരുമില്ല, നീ വാ എടി വാ. ഞാൻ കുടിയല്ലേ? അന്ന് നീ ഇങ്ങനെ ഇതായിരുന്നില്ലല്ലോ പറഞ്ഞു. എൻ്റെ കുടുംബം നീ കുളമാക്കി തന്നില്ലേ? വെക്കല്ലോ, നീ വെക്കല്ലേ, ഇത് ഫോൺ വെക്കല്ലേ? അമ്മ മറ്റേ പച്ച കളറ് തുണി കഴിഞ്ഞായിരുന്നാ? ആ അത് തെക്കാൻ നല്ല രസമായിരുന്നു. അമ്മ പറ്റുവാണെങ്കിൽ അത് റീസ്റ്റോക്ക് ചെയ്യും.